നമ്മളെല്ലാവരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയ്ക്ക് ഈ പേര് കൊടുത്തത് സംവിധായകനായ സത്യൻ അന്തിക്കാടാണെന്നാണ്. എന്നാൽ അത് മുഴുവനുമായി സത്യമല്ല. ശരിക്കും ഈ പേര് കിട്ടാൻ കാരണം എഴുത്തുകാരിയായ മാധവിക്കുട്ടി അഥവാ കമല സുരയ്യ കാരണമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ സംയുക്ത വർമ്മ, അസിൻ പോലുള്ള ഒരുപാട് നടിമാരെ സിനിമയിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണല്ലോ. അതുകൊണ്ട് 2003 മനസ്സിനക്കര എന്ന സിനിമയിലെ ഒരു പുതുമുഖ നായികയ്ക്ക് ഒരു വെറൈറ്റി ക്രിസ്ത്യൻ പേര് വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. അങ്ങനെ തന്റെ പുതിയ നായികയ്ക്ക് വേണ്ടി പല പേരുകൾ കിട്ടിയിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഴുത്തുകാരനായ AK സാജന്റെ അസിസ്റ്റന്റ് ആയ ജോൺ ഡിറ്റോ നയൻതാര എന്ന പേര് സജസ്റ്റ് ചെയ്യുന്നത്. ജോൺ ഡിറ്റോയ്ക്ക് ഈ പേര് കിട്ടാനുള്ള കാരണം അദ്ദേഹം മാധവിക്കുട്ടിയുടെ ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. മാധവിക്കുട്ടി എഴുതിയ ഒരു കഥയിലെ ഒരു ബംഗാളി പെൺകുട്ടിയുടെ പേരായിരുന്നു നയൻതാര എന്നത്. ശരിക്കും ഈ നയൻതാര എന്ന ബംഗാളി പെൺകുട്ടിയെ മാധവിക്കുട്ടി ബംഗാളിൽ വെച്ച് നേരിട്ട് കണ്ട് പരിചയപ്പെട്ടതാണ്. എന്തായാലും ജോൺ ഡിറ്റോ പറഞ്ഞ നയൻതാര എന്ന പേര് ഇഷ്ടപ്പെട്ട സത്യൻ അന്തിക്കാട് മനസ്സിനക്കര എന്ന സിനിമയിലെ നായികയായ ഡയാന മറിയം കുര്യന് നയൻതാര എന്ന പേരിട്ട് പരിചയപ്പെടുത്തുന്നു. പിന്നീട് നടന്നത് ചരിത്രം.